അധികാരത്തിലേറിയപ്പോൾ പാർട്ടിക്ക് പുല്ലുവില. വാക്കുപാലിക്കാത്ത തുരുത്തനെ UDF നൽകിയ അവിശ്വാസത്തിലൂടെ പുറത്താക്കി LDF. പാലാ നഗരസഭയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായി. LDF മുന്നണിയെയും കേരള കോൺഗ്രസ് പാർട്ടിയെയും മാസങ്ങളോളം വെട്ടിലാക്കിയ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെ LDF തന്നെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് പുറത്താക്കി. പ്രതിപക്ഷത്തെ സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഭരണകക്ഷിയായ LDF വോട്ട് ചെയ്യുകയായിരുന്നു. 14 വോട്ട് ഭരണകക്ഷി അവിശ്വാസത്തിന് അനുകൂലമായി ചെയ്തു. പ്രതിപക്ഷം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നഗരസഭാ ചെയർമാനായി ഇനിയുള്ള ഊഴം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തന്നെ തോമസ് പീറ്ററിനാണ് ലഭിക്കേണ്ടത്. LDFിലെ ധാരണ അനുസരിച്ച് ആദ്യ 2 വർഷം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും അടുത്ത 3-ാം വർഷം CPMനും അവസാന 2 വർഷത്തിൽ 1 വർഷം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തന്നെ ഷാജു തുരുത്തനും ഏറ്റവും അവസാന ഘട്ടം തോമസ് പീറ്ററിനും എന്നുള്ളതാണ് ധാരണ. എന്നാൽ അങ്ങനെ ഒരു ധാരണയില്ലെന്നും അവസാന 2 വർഷവും തനിക്കുള്ളതാണെന്നുമാണ് ഷാജു തുരുത്തന്റെ അവകാശവാദം. അതേസമയം ഇന്ന് രാവിലെയും കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് ടോം മരിയൻ മെഡിക്കൽ സെന്റർ ആശുപത്രിയിലെത്തി ഷാജു തുരുത്തനുമായി രഞ്ജിപ്പിന്റെ മാർഗങ്ങൾ തേടിയിരുന്നു. അവിശ്വാസ പ്രമേയത്തെ LDF തോൽപ്പിക്കും, അടുത്ത മണിക്കൂറിൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നതായിരുന്നു ഒത്തുതീർപ്പ് നിർദ്ദേശം. എന്നാൽ ഷാജു തുരുത്തിന് ഇത് സ്വീകാര്യമായിരുന്നില്ല. ഇതേ തുടർന്ന് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ഭരണകക്ഷിയായ LDF പിന്തുണയ്ക്കുകയായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വിശ്വസ്തനായ ജോസ് ടോമിനെയായിരുന്നു പാർട്ടി ചർച്ചയ്ക്ക് നിയോഗിച്ചിരുന്നത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാവാതിരുന്ന തുരുത്തൻ പാർട്ടി തീരുമാനം ബഹിഷ്കരിക്കുകയായിരുന്നു. UDF നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തുരുത്തന്റെ ഈ നീക്കമെന്നാണ് പറയപ്പെടുന്നത്.